മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതി വളപ്പിൽ നിന്നും തോറ്റു തുന്നമ്പാടി വരുന്ന മേഘനാഥൻ വഴിയിൽ വെച്ച് സാഗറിനെ കാണുകയാണ്. അങ്ങനെ ദേഷ്യം വർദ്ധിച്ച മേഘനാഥൻ സാഗറിനെ അടുത്ത് ചെന്ന് സാഗറിനെ ഒരുപാട് തല്ലുകയും നീ എന്നെ ഒറ്റിക്കൊടുക്കുമല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സാഗറിനെ. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യരുത് സാറേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, എന്നെ വെറുതെ വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പറഞ്ഞു, നീയാണ് എന്നെ ഒറ്റിക്കൊടുത്ത ആളെ, നീ എൻ്റെ പേര് പറയുമല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് അടിയെല്ലാം കൊടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വരികയാണ് നമ്മുടെ മാർക്കോ. അങ്ങനെ മാർക്കോ മേഘനാഥൻ പോയതിന് ശേഷം സാഗറിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് തന്നെ ആൾ തല്ലിയതെന്നെല്ലാം അന്വേഷിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു സാറേ, അതിനാണ് എനിക്കിങ്ങനെയൊക്കെ തല്ല് തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മാർക്കോ അയാളെ കൂട്ടിക്കൊണ്ട് മാർക്കോയുടെ കൂട്ടുകാരുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മാർക്കോനോട് സാഗർ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മഹാലക്ഷ്മി മാഡത്തിൻ്റെ പിറകെ നടന്നതും മാഡത്തിനെ സ്നേഹിച്ച് വളയ്ക്കണമെന്നൊക്കെ അയാൾ എനിക്ക് കൊട്ടേഷൻ തന്നിരുന്നു. അതിന് പ്രകാരമാണ് ഞാൻ അവരെ ഉപദ്രവിക്കാൻ ചെന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ വെറും വൃത്തികെട്ടവനാണ്. ഇയാൾക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് കണക്ഷൻ എല്ലാം ഉണ്ട്. ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൻ സാറിൻ്റെ പെങ്ങളെയാണ്. ആ കുട്ടിയെയും ചതിച്ചാണ് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇയാൾക്കൊരു കുട്ടിയും ഒരു ഭാര്യയും എല്ലാം ഉണ്ട്. അങ്ങനെ ഇയാൾ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചതാണെന്നെല്ലാം സാഗർ ഇങ്ങനെ പറയുന്നുണ്ട് മാർക്കോനോട്. ഇങ്ങനെയുള്ളൊരു കെട്ടവനാണോ എന്നെ ഒരു പെണ്ണ് കേസിൽ കുടുക്കിയതെന്ന് ഓർക്കുമ്പോൾ മാർക്കോക്ക് ദേഷ്യം കൂടുകയാണ്. മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ഇവൻ എൻ്റെ നോട്ടപ്പുള്ളിയാണ്, ഇവൻ്റെ പിറകെ ഞാൻ എപ്പോഴും ഉണ്ടാവും, ഇവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ മാർക്കോ പറയുകയാണ്. അങ്ങനെ മാർക്കോയുടെ അടുത്ത് നിന്നും സാഗർ പറയുന്നുണ്ട്, ഞാൻ ഇതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഈ വിവരം എത്രയും പെട്ടെന്ന് അയാളുടെ ഭാര്യയെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. അതിന് പ്രകാരം സാഗർ മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. പക്ഷേ മഞ്ജുവിനെ ഇയാളെ മഹാലക്ഷ്മിയുടെ പുറകെ നടന്ന ആളാണെന്നുള്ള ഒരു മട്ടിൽ വളരെ ദേഷ്യത്തോടുകൂടി നോക്കുന്നുണ്ട്. താൻ എന്തിനാണോ ഇവിടെ വന്നതെന്നെല്ലാം ചോദിക്കുന്നുണ്ട് മഞ്ജു. അപ്പം മഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിറകിൽ മേഘനാഥൻ സാറാണ് എന്നെ ഈ മഹാലക്ഷ്മി മാഡത്തിൻ്റെ പിറകെ നടക്കാനും പ്രേമിക്കാനും എല്ലാം പറഞ്ഞത്. അതിനുള്ളൊരു കൊട്ടേഷൻ എനിക്ക് തന്നായിരുന്നു. അതിന് പ്രകാരമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ എനിക്കന്ന് പൈസയ്ക്ക് നല്ല അത്യാവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പൈസ തന്നതുകൊണ്ട് ഞാൻ അതെല്ലാം ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുകൂടാതെ ഇയാൾക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നും ഒരു മോനുണ്ടെന്നും ഒരു ഭാര്യ ഉണ്ടെന്നൊക്കെ പറയാനാണ് മഞ്ജുവിനോട്. അത് കേൾക്കുമ്പോൾ മഞ്ജു ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എന്താണെങ്കിലും മാഡം കരുതിയിരുന്നോണം, ഇയാളുടെ കുറിച്ച് ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ എന്തെങ്കിലും കംപ്ലൈൻറ്റുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാഡം ഒന്ന് കരുതിയിരുന്നോണം, ഇനി ഇയാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്, മാഡത്തിനെയും ഇയാൾ പറ്റിച്ചാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ചെന്നുകൊണ്ട് മഞ്ജുവിൻ്റെ അടുത്ത്. അങ്ങനെ മഞ്ജു ആകെ സമനില തെറ്റുന്ന പോലെ ആകുകയാണ്. അങ്ങനെ ഇനിയുള്ള എപ്പിസോഡുകളിലാണ് മേഘനാഥൻ്റെ അധപതനമായിരിക്കും കാണാൻ നമുക്ക് സാധിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.